നമസ്തേ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വാർത്തനായി മാത്രം കോടികൾ ചെലവഴിച്ച് ഇടത് സർക്കാർ. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ വാർത്തനായി കപിൽ സിബൽ ആവശ്യപ്പെട്ടത് 2.35 കോടി രൂപയാണ്. സർക്കാർ കൈമാറിയത് 75 ലക്ഷം രൂപയും. നിയമോപദേശം ഉൾപ്പെടെയുള്ള ആവശ്യത്തിന് പുറമേ നിന്നുള്ള അഭിഭാഷകർക്കായി മാത്രം രണ്ടാം പിണറായി സർക്കാർ ഇതിനകം മുടക്കിയത് 9.18 കോടി രൂപയാണ്. പിണറായി സർക്കാരിന്റെ ധൂർത്താണ് ജനം സ്പെഷ്യൽ ഡിബേറ്റ് എന്ന് പരിശോധിക്കുന്നത്. BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, RJD നേതാവ് ശ്രീ സലീം മടവൂർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ പ്രതിനിധി ശാലിനിലേക്ക്. ശാലിനി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ധൂർത്തിന് ഒരു പഞ്ഞവുമില്ല. കേന്ദ്ര സർക്കാർ പലപ്പോഴും പലകുറി വ്യക്തമാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ നിർമ്മലാ സീതാരാമൻ ജനം TVയോടൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അർഹതപ്പെട്ടത് എന്താണോ അത് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അർഹതപ്പെട്ടത് ഒരു സംസ്ഥാന സർക്കാരിനും കൊടുക്കാതിരുന്നിട്ടില്ല. അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാൻ കേന്ദ്രത്തിന് സാധിക്കുകയുമില്ല. ഇവിടെയാണ് ഞങ്ങൾക്കിതൊന്നും ലഭിച്ചിട്ടില്ല എന്ന മുറവിളി കൂട്ടിക്കൊണ്ട് സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ മുഖം രക്ഷിക്കാനുള്ള ഒരു അടവാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിലാണ് ഇതൊക്കെ ഇടത് സർക്കാർ, പിണറായി സർക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ കോടികൾ, എത്ര കോടികൾ കണക്കായി ഈ ധൂർത്തിനായി, ഈ തന്ത്രങ്ങൾക്കായി എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഒരു ഭാഗത്ത് ധൂർത്തും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി തുക മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ തുക ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നൽകുന്നുണ്ട് എന്ന് രേഖാമൂലം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പലതവണ വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. കേന്ദ്രത്തെ പല തവണ സമീപിച്ചിട്ടും കേരളത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പും ധനമന്ത്രാലയവും ഒക്കെ തന്നെ അവഗണിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നത്, പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജിയുമായി അല്ലെങ്കിൽ കേസുമായി ഒക്കെ തന്നെ സംസ്ഥാനം പോകുന്നത്. ഈ കേസ് വാദിക്കാൻ മാത്രമായി ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു സീനിയർ അഭിഭാഷകനെ തന്നെ കൊണ്ടുവരുന്നു. സുപ്രീം കോടതിയിലെ കേസ് വാദിക്കാനായി സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിനെയാണ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുത്ത വ്യക്തിക്ക് നൽകാനായി കേസ് വാദത്തിനായി മാത്രമാണ് 2.5 കോടിയിലധികം, ഏകദേശം 2.35 ലക്ഷം രൂപ ിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകാൻ സംസ്ഥാനം ബാധ്യസ്ഥനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രേഖാമൂലം തന്നെ 75 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരാവകാശ രേഖയിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പല രീതിയിലുള്ള കേസുകളുടെ നിയമോപദേശം, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിട്ടുള്ള ഹർജികൾ, കേസുകൾ, സർവകലാശാല വിഷയത്തിലെ കേസുകളിലൊക്കെ പരാജയപ്പെടുമെന്ന് ഉറപ്പ് വന്നിട്ടും ആ കേസുകൾക്ക് വേണ്ടിയും കോടികളാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്, ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 9.18 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ കേസുകളുടെ നിയമോപദേശത്തിനും മറ്റ് നടപടിക്രമങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ, ധനപ്രതിസന്ധിക്കിടെ പൊതു ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ളത്, ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് സർക്കാരിന്റെ ആർഭാടം തുടരുകയാണ്, മറുഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ പിഴിയുന്ന അല്ലെങ്കിൽ വലയ്ക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ ഭരണം പോകുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണ് ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. KSRTC വലിയ രീതിയിലുള്ള സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ പോകുന്നു. ജീവനക്കാർക്ക് എല്ലാ മാസവും ശമ്പളമോ പെൻഷനുമോ കൊടുക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് ധൂർത്ത് അനുസൂര്യം തുടരുമ്പോഴും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾക്കാണ് കോടികൾ ചെലവഴിക്കുന്നത്. ഖജനാവിൽ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് ഇങ്ങനെ കാലിയാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇനി നമുക്ക് അതിഥികളിലേക്ക് പോകാം. ആദ്യം RJD നേതാവ് ശ്രീ സലീം മടവൂരിലേക്ക്. ശ്രീ സലീം മടവൂർ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാലിയായ ഖജനാവിലേക്ക് പണം എത്തിക്കാനാണ് കടമെടുപ്പിന് അനുമതി തേടിയത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയതും ഇതിന് കോടികളാണ് ചെലവഴിക്കുന്നതിനും. കപിൽ സിബലിന് ഏകദേശം 2.35 കോടി രൂപയാണ് ഇതിനായി മാത്രം ചെലവഴിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ടത് എന്താണോ അതൊക്കെയും നൽകിയിട്ടുണ്ട്, ഇനിയും നൽകും. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ അനാവശ്യമായ പണച്ചെലവ്? ഇവിടെ വളരെ വ്യക്തമാണ്. കേരളം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നേ വരെ ഉണ്ടാവാത്ത നിയമ പോരാട്ടത്തിനാണ് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചുകൊണ്ട്
കേന്ദ്ര സർക്കാർ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളെയും അട്ടിമറിച്ചപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഒരു ഗവർണർ, അതായത് വയസ്സാം കാലത്ത് വിശ്രമത്തിന് കൊടുക്കുന്ന ഒരു പദവി മാത്രമായ ഒരു ഗവർണർ സ്ഥാനം, അതിന്റെ സാങ്കത്യം എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഗവർണർ ആകെ മനോനില തെറ്റിയതുപോലെ കേരളത്തിൽ അങ്ങും ഇങ്ങും ഓടി നടന്നുകൊണ്ട് ആകെ കുഴപ്പമുണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗവർണർ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ശ്രീ സലീം മടവൂർ, ഈ പ്രായമായ സമയത്ത് സർക്കാർ നൽകുന്ന ഒരു കസേരയാണ് ഗവർണർ എന്ന് താങ്കൾ പറയുകയുണ്ടായി. ആ ഗവർണർ പദവിയുടെ പവർ, ഗവർണർ പദവിയുടെ അധികാരം എന്താണെന്ന് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അതൊക്കെ വേറെ ചർച്ചയ്ക്ക് ഞാൻ വരാം. ആദ്യം ഒന്ന് ഞാൻ പറയാം. അപ്പോ അത് നമുക്കൊരു ചർച്ചയിലേക്ക് വരേണ്ട കാര്യമാണ്. എന്താണ് പവർ എന്നുള്ളത്? ഇവിടെ അത്തരം ഗവർണർമാർക്ക് സംസ്ഥാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒപ്പിടാനുള്ള അധികാരമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചേക്കും. അത് കേരളം സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാനങ്ങൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കും BJP ഗവൺമെന്റുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്കും അത് ഗുണകരമായി. ആ നിയമയുദ്ധം തമിഴ്നാടിന് ഗുണമായി, കർണാടകക്ക് ഗുണമായി, കോൺഗ്രസ് ഇപ്പൊ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിനൊരു തീരുമാനം വേണം. സംസ്ഥാനത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാന നിയമസഭക്കാണോ, അതല്ല ഇങ്ങനെ വന്നിരിക്കുന്ന നൂലിൽ കെട്ടിയിറക്കുന്ന ഗവർണർമാർക്കാണോ അധികാരം എന്നുള്ള ചോദ്യത്തിന് അതല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത സംസ്ഥാന ഗവൺമെന്റിനാണ് സുപ്രീം കോടതി ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ വന്ന് പറഞ്ഞതാണ്. ഗവർണർമാരുടെ വിസ്ഡവും അവരെ നിയമിക്കുന്ന ആളുകളുടെ വിസ്ഡവുമാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളൊരു ഒരു ചർച്ച ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ. ഇവിടെ ഏറ്റവും ശ്രദ്ധേയം, ഈ ഗവർണർക്കെതിരെയുള്ള നിയമോപദേശത്തിന് മാത്രം ഏകദേശം 49.90 ലക്ഷം സർക്കാർ ഇതിനകം ചെലവാക്കി കഴിഞ്ഞു. പറയട്ടെ ഏതിനായാലും ലക്ഷങ്ങളും കോടികളാണ്, ഇതിനൊന്നും ഒരു വിലയില്ലേ? അല്ല, ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ BJPയുടെ ഗവൺമെന്റും തകിടം മറിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ അനുയോജ്യമായ ഉയർന്ന ഫീസുള്ള വക്കീലന്മാരെ തന്നെ വെക്കും. ഞങ്ങൾക്കറിയാം, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകളെ അടിത്തൂണുകാരെ, അതായത് അവരുടെ ഒരു ആശ്രിതരാക്കി മാറ്റുന്ന ഫെഡറൽ സംവിധാനങ്ങളെ തകിടം മറിക്കുമ്പോൾ അതിനെ നേരിടാൻ ഇവിടുത്തെ ഏതെങ്കിലും ചെറിയ വക്കീൽ പോരാ. അതേക്കുറിച്ച് നല്ല അവഗാഹമുള്ള കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ പ്രത്യേകിച്ച് പല വേദികളിൽ ഇന്ന് ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്ന വിധികളും അത്തരം കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നലെ ഇന്ന് സഞ്ജീവ് ഭട്ടിന്റെ കാര്യത്തിൽ, അതുപോലെ ഇന്ന് റിയാസ് മൗലവിയുടെ കാര്യത്തിലൊക്കെ ഇന്ന് വന്നിരിക്കുന്ന വിധികളൊക്കെ തന്നെ നമുക്കറിയാം ജുഡീഷ്യറിയെ എങ്ങനെയാണ് സംഘപരിവാർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതൊക്കെ വേറെ ചർച്ച ചെയ്യണം. എല്ലാത്തിനോടും നമ്മുടെ 3 മണിക്കൂർ തികയില്ല. ഞാൻ പറഞ്ഞ റംസാൻ ആയതുകൊണ്ട് എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് രാത്രിയിൽ വരാൻ പറ്റാതെ പോയത്. ഏതായാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ ചാലഞ്ച് ചെയ്യണം. കേരളം അത് ഏറ്റെടുത്തിരിക്കും. ഞങ്ങൾ വെറുതെ കയ്യിൽ കെട്ടി നോക്കി നിൽക്കലില്ല. ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ പോയിട്ട് ഓച്ചാനിച്ചു നിന്ന് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടുന്നതിന് പകരം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് വേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 13,000 കോടി കേസ് പിൻവലിച്ചാൽ 13,000 കോടി തരാമെന്ന് പറഞ്ഞപ്പോ കേന്ദ്രത്തിലെ BJPയുടെ ഗവൺമെന്റിനോട് പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഏത് ഗവൺമെന്റിന് ഇന്ത്യയിൽ സാധിക്കും? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനല്ലാതെ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് 13,000 കോടി രൂപ കേസ് പിൻവലിച്ചാൽ തരാന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോയി പണി നോക്കുന്നു പറഞ്ഞില്ലേ? ഉല്ലാസ് ബാബു, ഇവിടെ സുപ്രീം കോടതി സലീം മടവൂർ പറഞ്ഞതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയടക്കം വലിയ കോടികൾ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സമീപിച്ച, പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്നും എന്തു സംഭവിച്ചു, എന്ത് നിലപാട് കോടതി നടത്തി എന്നതും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ അഡ്വക്കേറ്റ് ജനറൽ അടക്കം 148ഓളം സർക്കാർ അഭിഭാഷകരുണ്ട് കേരളത്തിലെ, കറുത്ത ശമ്പളം വാങ്ങുന്ന അഭിഭാഷകർ. അവിടെയാണ് കപിൽ സിബലിനെ പോലുള്ള കോടികൾ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന അഡ്വക്കേറ്റ്മാരെ, അഭിഭാഷകരെ നിയോഗിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിന് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? അല്ല, BJP ഇതൊക്കെ വളരെ കാലമായിട്ട് പറയുന്നതല്ലേ. ഈ സലീം മടവൂര് ഇപ്പൊ അവരുടെ ആളായതുകൊണ്ടാണല്ലോ ഇത് പറയണത്. സലീം മടവൂര് സത്യത്തിൽ ഇതിന്റെ ഈ വക്താവല്ല. സലീം മടവൂരൊക്കെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അത് രാഷ്ട്രീയ ഭേദമെന്ന് അഭിപ്രായം പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇത് ഗതികേട് കൊണ്ട് പറയുന്നതാ. കാരണം ആള് പറയുന്ന ഒരു ഡയലോഗിക്ക് ഭയങ്കര ചിരി വന്നു. പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ അയാൾ കോടതിയോട്? 13,000 കോടി രൂപ
എന്റെ സലിംജി, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ, ASG കോടതിയിൽ കൃത്യമായി വാദിച്ചത് എന്താ? 11,19,906 കോടി രൂപ. കണക്ക് എഴുതണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കണക്ക് എഴുതാറിയില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പണി അറിയുന്ന ആളായത് എഴുതി പറഞ്ഞു വെച്ചോ. 11,19,906 കോടി രൂപ 2024-25 കാലഘട്ടത്തിൽ അതിന്റെ ഇവരുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള GSDP വരുമാനം എന്ന് പറയുന്നതിന് ഈ വരുമാനത്തിന്റെ 3% കണക്കാക്കിയാൽ 33,597 കോടി രൂപ വരും. അതിപ്പോ തന്നെ നിലവിൽ കടന്നു. ഇനി അതും കൊഴിച്ചു കഴിഞ്ഞാൽ ആകെ 6,664 കോടി രൂപയാണ് ഇവർക്ക് കടമെടുക്കാൻ അധികാരമുള്ളൂ. ആ സമയത്ത് ഇവരുടെ നേതാവ് ഉണ്ടല്ലോ, അതായത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇവർ വെച്ചിട്ടുള്ള കോടിക്കണക്ക് മുറുക്കി വെക്കുന്ന കപിൽ സിബൽ ഇല്ലേ, അതൊക്കെ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഈ കണക്ക് ഒരു കാരണവശാലും മാധ്യമങ്ങളിൽ വരാൻ പാടില്ല, കോടതി രേഖകൾ നിങ്ങളും പരിശോധിച്ചോ. അത് കോടതി ചിരിച്ചുകൊണ്ട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇവിടെ ഓപ്പൺ കോർട്ടിന് പറഞ്ഞ കാര്യമല്ലേ, പിന്നെന്താ മാധ്യമങ്ങളിൽ വന്നാൽ കുഴപ്പം? അപ്പൊ ഇവരുടെ കള്ളത്തരമാണ്, ഞങ്ങൾക്ക് അത് വേണ്ട. ആ സമയത്ത് കോടതി ഇടപെട്ട് പറഞ്ഞത് പട്ടിണിയാണ്, എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കാൻ നിങ്ങൾ സെക്രട്ടറി തലത്തിൽ ചർച്ച ചെയ്ത് അമിക്കബിൾ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഈ 2024 തെരഞ്ഞെടുപ്പ് കടന്നു പോകാൻ കടം മൂലധനം, സലിം മടവൂരിന് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാം. നല്ല രസകരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇപ്പൊ പറഞ്ഞ നുണയൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതാ. കടം മൂലധനം എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഈ കേരളത്തെ കൊണ്ടെത്തിച്ചു. സലിം മടവൂരിനോട് ചോദിക്കട്ടെ, സുപ്രീം കോടതിയെ നിങ്ങൾ പറപ്പിക്കുന്നു, BJPയെ നിങ്ങൾ പറപ്പിക്കുന്നു, നിങ്ങൾ ലോകത്തെ എല്ലാവരും പറപ്പിക്കുകയാണല്ലോ. കാരണം നിങ്ങൾക്ക് ആ സംസാരത്തിന്റെ ശൈലി അല്ലാതെ പറപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവൂല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്കോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിക്കോ അതിനുള്ള പ്രാപ്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരള സർക്കാർ കടം വേണം കടം വേണം കടം വേണം എന്ന് പറയാതെ ഉൽപാദനക്ഷമതയുള്ള രീതിയിലേക്ക് സ്വന്തം സർക്കാരിനെ സ്വയം പര്യാപ്തത നേടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത ഒരു വലിയ ഭരണ സംവിധാനം ഉണ്ടാക്കി തീർത്തത് ഈ വഴിവിഴച്ച രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള 7 വർഷങ്ങൾ അടക്കമുള്ള മറ്റു വർഷങ്ങളല്ലേ? നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ ശ്രദ്ധിക്കോ? സലിം മടവൂർ യുവജന വിഭാഗം അല്ലെങ്കിൽ സാധാരണക്കാർ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഇവരൊക്കെ വളർന്നു വരുന്നില്ലേ? ഈ കേരളത്തിന് നിങ്ങൾ ഇങ്ങനെ കടം വെച്ച് അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് നാണക്കേടാണ്. ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. പോട്ടെ, ഈ 9 കോടി രൂപ നിങ്ങൾ എന്തിനാണ് കേരള സർക്കാരിന്റെ പണവും കൊടുത്ത് 148 വക്കീലന്മാരെ വിവിധ തസ്തികകളിൽ ഇവിടെയൊക്കെ പ്രതിനിധാനം ചെയ്യാൻ കൊണ്ടിരുത്തിയിരിക്കുന്നത്? സലിം മടവൂർക്കാർക്ക് വരാൻ കൃത്യമായിട്ട് ഡയറക്റ്റ് ചോദ്യം. ഈ 148 പേർക്ക് സുപ്രീം കോടതിയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കേരളത്തിന്റെ ഒരു ആവശ്യം, ഇനി അത് അനാവശ്യമാണെങ്കിലും ഒരാവശ്യം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക് ആണെങ്കിലും ഒരു സർക്കാരാണല്ലോ ഇപ്പുറത്ത് പോകുന്നത്, ആ സർക്കാരിന് വേണ്ടി പോകാൻ ഈ 148 വിവിധ മേഖലകളിലുള്ള മിടുക്കന്മാർക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇവർക്ക് മാത്രം ശമ്പളവും സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്ത് ഇവർക്ക് ഇൻസെന്റീവുകളും ഒക്കെ കൊടുത്ത് നിങ്ങൾ നിർത്തുന്നത്? അപ്പൊ അവരൊക്കെ പിരിച്ചുവിടാനുള്ള ഒരു ബാധ്യതകൾ നിങ്ങൾ കാണിക്കണ്ടേ? സാർ, ഇതൊക്കെ നീതിക്ക് അർഹിക്കുന്നതാണോ? നിങ്ങൾ ചോദിച്ചില്ലേ, ഗവർണർ വയസ്സാം കാലത്ത് സർക്കാർ കൊടുക്കുന്ന ഒരു പദവി ഭരണഘടന അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താ? ഇതാണ് ഈ സലിം മടവൂരിന്റെ ഒരു സൂത്രം. കാരണം ആള് നുണ പറയുമ്പോൾ പിടിക്കപ്പെടും. ആളിപ്പോ പറയുന്നത് പരസ്യമായ നുണയാണല്ലോ രാഷ്ട്രീയത്തിന് വേണ്ടി. അദ്ദേഹം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യ, നല്ല വായനയും വിവരമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്താ വെച്ചാൽ നുണ പറഞ്ഞോളെ. അത് ഇപ്പൊ ഈ മുന്നണിയിൽ എന്ന് പെട്ടപ്പോ വന്നിട്ടുള്ള ഒരു അസുഖമാണ്. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്തെന്ന് ആരാ പറഞ്ഞേ? സലിം മടവൂർ. അപ്പോ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ. അതേ ഭരണഘടനയിൽ എഴുതി വെച്ച ഗവർണർ പോസ്റ്റിനെ പറയുന്നു വയസ്സാം കാലത്ത് കൊടുക്കുന്ന കസാരയിൽ കൊണ്ടിരിക്കുന്നവരാണെന്ന്. എന്റെ സലിം മടവൂർ, നിങ്ങൾ പറഞ്ഞ എന്ത് മോശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കസേര കൊടുക്കുന്നു, ജുഡീഷ്യറിയെ വിലക്ക് വാങ്ങുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കൊള്ളാം, മൈതാന പ്രസംഗത്തിന് കൊള്ളാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഓരോ വിവിധ പോസ്റ്റുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അതിനെ അതേ രീതിയിൽ ബഹുമാനിക്കണമെന്നേ. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ധിക്കാരം കൊണ്ട് നടക്കുമ്പോ ആ ധിക്കാരത്തിന് അടിമപ്പെടാത്തവർ മുഴുവൻ വയസ്സായ കസാരയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവുകേടിന്റെ അന്ധതയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. 2, ഇവിടെ ചോദിച്ച ചോദ്യം, ഇന്ന് മുന്നോട്ട് വെക്കുന്ന ചർച്ച കൃത്യമല്ലേ സലിം മടവൂർ? നിങ്ങൾ കഥയും തിരക്കഥയും ആലിന്റെ ഇല പടർന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പടരാതെ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് വാ. എന്താ ചോദ്യം? ഇവിടെ 148 വക്കീലന്മാർ കേരള സർക്കാരിന്റെ വിവിധ കാര്യങ്ങൾ ചെയ്യാൻ വിവിധ സ്ഥലത്തുണ്ട് എന്നിരിക്കെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി പുറത്ത് വക്കീലന്മാരെ കൊണ്ടുവന്നു വെക്കുമ്പോൾ അതിന്റെ കാര്യം എന്താണ്?
ഏതായാലും സലീം മടവൂരിലേക്ക് തന്നെ ആ ചോദ്യം. ശ്രീ സലീം മടവൂർ, ശ്രീ ഉല്ലാസ് ബാബു ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഞാൻ നേരത്തെ അത് ഉന്നയിക്കുണ്ടായി. എ ജി അടക്കം 148 വക്കീലന്മാരാണുള്ളത്. അവരെന്ത് ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പള ഇനത്തിൽ അതെന്തിന് പാഴ്ചെലവാക്കുന്നു എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഇവിടെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അപ്പീൽ കേസുകൾ, ദൈനംദിന കേസുകളൊക്കെ തന്നെ അത്തരം അഭിഭാഷകരാണ് ഹാജരാകുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു കേസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വെല്ലുവിളിക്കുകയാണ് ബി.ജെ.പിയുടെ ഗവൺമെന്റ്. ഈ നുണയുടെ അഭ്യാസം നിർത്ത സലീം മടവൂരെ. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന തീരുമാനം, ഏത് തീരുമാനം കൃത്യമായി പറ. മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയ അഭ്യാസം വിട്. ഏത് തീരുമാനമാണ് ഇന്ത്യൻ ഭരണഘടനയെ തകർത്തത്? കറക്റ്റായിട്ട് പറ. ഡയറക്റ്റ് ചോദ്യം പറ. കറക്റ്റ് ചോദ്യം പറ. കഴിഞ്ഞോ? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള സമയം തരണം. നിങ്ങൾ പ്രകോപിതനാവരുത്. ഞാൻ പറയില്ല, ഞാൻ സത്യസന്ധമായിട്ടല്ലേ പറയുന്നത്. ഇവിടെ കേരളത്തിലെ ദൈനംദിന കേസുകൾ, അതായത് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന അപ്പീൽ കേസുകൾ, സംസ്ഥാന ഗവൺമെന്റ് എതിർകക്ഷിയായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ ഇവരാണ് ഹാജരാകുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമായ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഇവിടെ 1949 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ഈ ഗവർണർ പദവിയൊക്കെ തന്നെ ഇവിടെ ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അവർക്ക് സവിശേഷ അധികാരങ്ങൾ കൊടുത്താൽ, വിവേചനാധികാരം കൊടുത്താൽ നാളെ ഇന്ത്യയിൽ ഇത്തരം നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും എന്ന് അന്ന് തന്നെ സോഷ്യലിസ്റ്റായ HB കാമത്ത് ഇന്ത്യയുടെ പാർലമെന്റ് പറഞ്ഞതാണ്. അന്ന് കോൺഗ്രസിന്റെ നേതാക്കളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞത് അന്ന് the wisdom of the governor will prevail എന്ന് പറഞ്ഞത്, ആൻഡ് the wisdom of the people who appoint the governor will prevail. ഇവരെ നിയമിക്കുക. ഇവിടെ ഇപ്പൊ ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഗവർണർക്കോ തലയില്ല, പിന്നെ അദ്ദേഹത്തെ നിയമിക്കുന്ന ആളുകളും ഈ അവസ്ഥയിലാണ്. അവർക്കും ഈ വിസ്റ്റം ഈ പറഞ്ഞ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തലമുതിർന്ന ദേശ്മുഖ് അടക്കമുള്ള നേതാക്കൾ ആ തമിഴ്നാട്ടിലെ ഗവർണറുടെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം റോഡിന്റെ അരികിൽ ഇരുന്നുകൊണ്ടൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ഗവർണർ പദവിയൊക്കെ ഒരു കാലത്ത് നമ്മൾ അതിന് അധികാരം ഇല്ലെങ്കിലും ബഹുമാനം കൊടുത്തിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ആകെ തലയും വാലും ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പോകുന്നത് അങ്ങോട്ടല്ലേ നമ്മുടെ വിഷയം. ഇവിടെ ഈ നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന ഫെഡറൽ സിസ്റ്റത്തെ തകിടം മറിക്കുന്നു. അത് ചോദ്യം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിൽ അഭിഭാഷകർക്കപ്പുറം സുപ്രീം കോടതിയിൽ ഇതേക്കുറിച്ച് കൂടുതൽ കഴിവുള്ള അവരെ നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥിരം അഭിഭാഷകനായിട്ട് നമുക്ക് കപിൽ സിബലിനെ വെക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആ സന്ദേഹത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കാരണം കപിൽ സിബലിനെ ഒന്നും സ്ഥിരമായിട്ട് കേരളത്തിലെ അഭിഭാഷകനായിട്ട് വെക്കാൻ സാധിക്കില്ല. കാരണം അതിന് മാത്രം നമുക്ക് പൈസ കൊടുക്കാൻ സാധിക്കില്ല. സവിശേഷമായ കേസിൽ ഇവരെ വിളിക്കുകയാണ്. നിങ്ങളുടെ ആ പ്രയാസവും വിഷമവും ഒക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാണ്. സവിശേഷമായ കേസിൽ നമ്മൾ കപിൽ സിബലിനെ പോലെയുള്ള ആളുകളെ ഉയർന്ന ഫീസ് കൊടുത്ത് വിളിക്കുന്നു. സാധാരണ ദൈനംദിന കേസുകളിൽ നമുക്ക് അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട്, നമ്മുടെ അവിടുത്തെ സുപ്രീം കോടതിയിൽ അഭിഭാഷകന്മാരുണ്ട്. അവരൊക്കെ തന്നെ കേസ് കൈകാര്യം ചെയ്തു. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് നിലനിൽക്കണോ? ഒരു സംസ്ഥാനത്തിന് ഫെഡറൽ സിസ്റ്റം നമുക്ക് കൂടുതൽ ഫെഡറലിസം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞല്ലോ, ആ 370 വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ തന്നെ 3 സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേകമായ അധികാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫെഡറൽ സിസ്റ്റത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട്, സംസ്ഥാന നിയമസഭകൾക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട്, സംസ്ഥാന നിയമസഭകളുടെ 2/3 എങ്കിലും ആവശ്യപ്പെട്ടാൽ ഗവർണർമാരെ മാറ്റാൻ ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലെ ഗവർണറെ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുത്തതായിരുന്നു. സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ ഗവർണർമാരെ മാറ്റാനെങ്കിലും, പ്രത്യേകമായ സാഹചര്യത്തിൽ അവരെ സംസ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്തുകൊണ്ട് മാറ്റാനെങ്കിലുമുള്ള അവകാശം സംസ്ഥാന നിയമസഭകൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം, ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ ഈ രാജ്യത്ത് വരാൻ സമയമായിരിക്കുന്നു. ഇപ്പൊ എന്താണ്? ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫെഡറൽ സിസ്റ്റത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കുകയാണ്. ശ്രീ സലീം മടവൂർ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ആ ഒരു പൊതുകടം, കേരളത്തിന്റെ വലിയ ഖജനാവ് കാലിയായ ഒരു അവസ്ഥ, വലിയ ധൂർത്ത്
ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് തന്നെയാണ്. നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തൊഴുത്ത് പണിയാൻ മാത്രം 45 ലക്ഷം ചെലവഴിച്ച ഒരു സർക്കാരാണ് നമുക്കുള്ളത്. നവകേരള സദസ്സ്, കേരളീയം, ഇങ്ങനെ ആർഭാടത്തിന് ഒരു പഞ്ഞവുമില്ല. ഈ ആർഭാടം ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് കേവലം 1600 രൂപ പോലും ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഏകദേശം 50 ലക്ഷം ആളുകൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. 11,000 കോടി കരാറുകാർക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ. എന്തിന് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്ത വകയിൽ മാത്രം ഈ റേഷൻ കടക്കാർക്കടക്കം 50 കോടിയിലടക്കം നൽകാനുള്ള ഒരു കണക്കുകൾ മുന്നിലുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിൽ ഇങ്ങനെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രതിസന്ധി സ്വയം വരുത്തിവെച്ചത് ആണ് എന്ന് പൊതുജനം സംശയിച്ചാൽ, പൊതുജനം പറഞ്ഞാൽ അതിനെങ്ങനെ തള്ളിക്കളിയും ശ്രീ സലീം മടവൂർ? അതെങ്ങനെയാ പറയാ? കേരളത്തിന് ലഭിക്കാൻ അപ്പൊ നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊടുക്കുന്ന, കേന്ദ്രത്തിന് പിരിച്ചു കൊടുക്കുന്ന നികുതിയിൽ കേരളം കൊടുക്കുന്ന 1 രൂപക്ക് നമുക്ക് തിരിച്ചു തരുന്ന 25 പൈസയാണ്. ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് 1 രൂപ 80 പൈസയാണ്. നമുക്ക് നേരത്തെ റവന്യൂ വരുമാനത്തിന്റെ ഏതാണ്ട് 55% സംസ്ഥാനവും 45% കേന്ദ്രവുമായിരുന്നു. ഇന്നത് മാറിയിട്ട് 70 സംസ്ഥാനവും 30% കേന്ദ്രവും എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ പൊതുവരുമാനത്തിൽ അതിൽ 82% സംസ്ഥാനമാണ്, 18% മാത്രമാണ് കേന്ദ്രം തരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ബാക്കി കേരളം കഴിഞ്ഞുള്ള സംസ്ഥാനങ്ങളുടെ ശരാശരി എടുത്താൽ 32% കേന്ദ്രം കൊടുക്കുന്നു. 32% കേന്ദ്രം കൊടുക്കുന്നു. നമ്മേക്കാൾ 14% ദേശീയ ശരാശരി കൂടുതൽ. ഇതിന് പറയുന്ന ഉത്തരം, നമ്മള് കേരളത്തില് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയിരിക്കുന്നു. കേരളം സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തെ ജനങ്ങൾ ഇവിടെ ആരോഗ്യ മേഖലയിൽ ശക്തമായ വളർച്ച ഉണ്ടായിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ച ഉണ്ടായിരിക്കും. ഇതൊക്കെ ആര് ചെയ്തതാണ്? ഇവിടെ കേരളത്തിലെ ജനങ്ങള് ഇവിടുത്തെ പണം സമ്പൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിന് സമ്പൂർണമായ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ പിന്തിരിപ്പൻ വിദ്യാഭ്യാസത്തിന് പകരം കേരളത്തില് ഗവേഷണോന്മുഖമായ വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുക്കുന്നു. നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ വലിയ സ്വീകാര്യതയാണ്. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികളാണ് എത്തിച്ചേരുന്നത്. അപ്പോ നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ നല്ല സ്വാഗതമാണ് കിട്ടുന്നത്. അവിടുത്തെ എൻട്രൻസ് പരീക്ഷകളിൽ നമ്മൾ വിജയിക്കുന്നു, ഗവേഷണങ്ങളിൽ വിജയിക്കുന്നു. തന്നെയുമല്ല, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ശിശു മരണ നിരക്ക് വളരെ തുച്ഛമായി 0 എന്ന് വേണമെങ്കിൽ പറയാം, വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്ത് ശ്രീ സലീം മടവൂർ, ഈ പൂക്കോട്ടൂർ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവും മഹാരാജാസിലെ കോളേജിലെ സംഭവങ്ങൾ, ഇങ്ങനെ പല കോളേജിലെ സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കാൻ പോലും തയ്യാറാകുന്നില്ല. താങ്കൾ പറഞ്ഞത് പ്രകാരം അവരൊക്കെ ദേശീയ സർവകലാശാലയിലേക്ക് പോവുക ആണ്. ജീവൻ എത്രത്തോളം ഭയമുണ്ട് അവർക്ക്? അല്ല, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതൊക്കെ തന്നെ പരിഹരിക്കണം. അതിൽ ശക്തമായിട്ട് ഇടപെടുകയും ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല, ശക്തമായ നടപടി വേണം. ഇവിടെ പ്രശ്നം അതല്ല. നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. നമ്മുടെ ശിശു മരണ നിരക്ക്, അതേപോലെ നമ്മുടെ ലോക ആങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ പുറകിലാവാൻ കാരണം നിശ്ചിത പ്രായമുള്ള കുട്ടികൾക്ക് അതിന് അർഹതപ്പെട്ട തൂക്കമില്ല. നിശ്ചിത പ്രായമുള്ള കുട്ടികൾക്ക് അതിന് അർഹതപ്പെട്ട ഉയരമില്ല. അത്തരം ഉയരമുള്ള കുട്ടികൾക്ക് ആരോഗ്യമില്ല. ഈ കണക്ക് പരിശോധിച്ചിട്ടാണ് നമ്മൾ ആങ്കർ ഇൻഡെക്സിൽ പാകിസ്ഥാനേക്കാൾ പുറകിലായി പോയത്. എന്നാൽ കേരളം അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ കുട്ടികൾക്ക് മിനിമം തൂക്കമുണ്ട്, അവർക്ക് ആവശ്യമായ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയുണ്ട്. ഇതൊക്കെയുള്ള കുട്ടികളാണ്. എങ്ങനെ വന്നു? നമ്മൾ ആരോഗ്യ രംഗത്ത് നമ്മൾ നേടിയ വലിയ മാറ്റമാണ്. ആശുപത്രികളിൽ പ്രസവം നടക്കുന്നു, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എല്ലാ പോഷകങ്ങളും കൊടുക്കുന്നു, എല്ലാ കുത്തിവെപ്പുകളും കൊടുക്കുന്നു. അങ്ങനെ കേരളം വളർന്നു. അങ്ങനെ കേരളം വളർന്നത് വലിയ തെറ്റായി പോയി എന്നാണ് ഇപ്പോഴത്തെ BJPയുടെ ഗവൺമെന്റ് കാണുന്നത്. ഈ ഗോരഖപൂർ ആശുപത്രിയിലൊക്കെ തന്നെ ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ കൂട്ടത്തോടെ മരിച്ചു പോകുന്ന എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്? അവിടെയൊക്കെ ഇപ്പോഴും എവിടെയാ പ്രസവം നടക്കുന്നത്? ഇവർ ഈ കക്കൂസ് ഉണ്ടാക്കാൻ ഫണ്ടുണ്ടാക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്ത് തരം കക്കൂസ് അവിടെ ഉണ്ടാക്കുന്നത്? കേരളം അതിൽ നോക്ക്, എവിടെയാ സ്വർഗം മാതിരി കേരളം മാറിയില്ലേ? അതാരാ BJP? ശ്രീ ഉല്ലാസ് ബാബു, കേരളം ഒരുപാട് മാറി. ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കുതിച്ചുയരുകയാണ് എന്നാണ് ശ്രീ സലീം മടവൂർ പറയുന്നത്. അദ്ദേഹം അതിന് ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. ആളുടെ കണക്കുകൾ കേട്ടാൽ ഒരു ശരാശരി മലയാളിക്ക് TV-യിലൂടെ പ്രതികരിക്കുന്നതിൽ ഒരു പരിധിയുള്ളത് കൊണ്ട് മലയാളികൾ ക്ഷമിക്കുമായിരിക്കാം. നോക്കൂ, കേരളത്തിലെ പൊതുവിപണിയിൽ നിന്ന് 35,572 കോടി രൂപയും പബ്ലിക് AC-യിൽ നിന്ന് 9,611 കോടി രൂപയും അടക്കം 52,583 കോടി രൂപ കടമെടുത്തിട്ട്
അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാണ്ട് വേണ്ട രീതിയിൽ കൃത്യമായി നടപ്പിലാക്കുകയും കൊണ്ടു നടന്ന രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വമാണ് കേരളത്തിലുള്ളത്. എനിക്ക് കുറച്ച് സമയം തരണം. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാർത്ഥി സമൂഹം നേടിയെടുത്തിട്ടുള്ള അഭിമാനകരമായ നേട്ടമായിട്ടാണ് ആൾ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ എടുത്തത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ആ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാം റെക്കോർഡുകളിൽ ഇരിക്കെ പറഞ്ഞ അദ്ദേഹത്തിന് എന്താ കൊടുക്കേണ്ട? പൂച്ചുണ്ട് കൊടുക്കണോ? സലീം മടവൂരിന് സർ, പാവപ്പെട്ട കുട്ടികൾ, ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോഷകാഹാരം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുന്ന കേരളത്തിൽ നിന്നാണ് അങ്ങ് ഈ ഗീർവാണം പറയുന്നത്. പോഷക അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആ പൈസ അംഗൻവാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊടുക്കേണ്ട വിഹിതം കൃത്യമായി നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വഴിമാറ്റി ചെലവാക്കി സാധാരണക്കാരൻ കൊടുത്തില്ല സാർ. ചോദ്യം ചെയ്തോ നിങ്ങൾ? നിങ്ങൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 148 മിടുക്കന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കാശ് കൂടുതൽ കൊടുത്ത ആളുകളെ മേടിക്കുന്നു. ഇവരിടക്കിടക്ക് പറയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം, അവരോട് ചേർന്ന് നിൽക്കുന്നവരുടെയൊക്കെ സ്വഭാവം. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം തകർത്തു. അധികാര വികേന്ദ്രീകരണവും ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറും അതിന്റെ ഭരണഘടന സ്വഭാവ ശൈലിയിലും ഒക്കെ വെച്ച് നമ്മൾ കൃത്യമായി കൊണ്ടു നടക്കുന്ന വലിയ ഭരണഘടന ഫെഡറൽ സംവിധാനത്തെ തകർത്തു. കപിൽ സിബലിന് ഇവർ കൊടുത്ത കോടികൾ, വിവിധ വക്കീലന്മാർക്ക് ഇവർ കൊടുത്ത കോടികൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിനെതിരെ കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണോ ഇവർ കേസ് കൊടുത്തിട്ടുള്ളത്? എന്ത് വ്യക്തതയില്ലാത്ത വാക്കുകളാണ് പറയുന്നത്. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ കോടതിയിൽ പോയത്? അല്ല സർ, നിങ്ങൾ കരയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോ കടമെടുത്തിട്ട് ഇവിടെ വഴിമാറ്റി ചെലവാക്കി ദൂർത്തടിക്കുന്നതിനെതിരെ കൃത്യമായി കേന്ദ്രം പറഞ്ഞ് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയും തരാണ്ട പൈസയും കൃത്യമായി തന്നിട്ടും അതൊന്നും കൃത്യമായി ചെലവഴിക്കാതെ ദൂർത്തടിച്ച് വഴിവിട്ട് ചെലവാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു സർക്കാർ നിലകൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി തലമുറയെ നിയന്ത്രിക്കാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. സലീം മടവൂര്, സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട കുട്ടി നിങ്ങളുടെ കുടുംബത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. SFI എന്ന് പറയപ്പെടുന്ന നരാധമന്മാർ, ഈ വൃത്തിഹീനന്മാർ ഒരു പയ്യനെ കൊന്ന സമയത്ത് നിങ്ങൾ അവിടെ സന്ദർശിച്ചെന്ന് അത് കഴിഞ്ഞല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അധപതന സ്വഭാവം എന്ന് പറയപ്പെടുന്നത്. അഭിമന്യു മരിച്ചു, നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു സഹോദരൻ മരിച്ചുപോയി, എന്താ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ കേസ് എവിടെ എത്തി? ആ കൊന്നവർക്കെതിരെയുള്ള കേസ് എന്തായി? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ മിണ്ടൂല. 2, ഈ വണ്ടിപ്പെരിയാറിലെ കുട്ടികൾ, വാളയാറിലെ കുട്ടികൾ, ശ്രീജിത്തിന്റെ കുട്ടികൾ, വരാപ്പുഴയിലെ കൊലപാതകങ്ങൾ, നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് കൈപ്പിടിച്ചുയർത്തി. എവിടെ കൈപ്പിടിച്ചുയർത്തിയത്? ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുടെ എണ്ണത്തിൽ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, കൊലപാതകങ്ങളിൽ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, പട്ടിണി നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി. കക്കൂസ വേണ്ടെന്ന് വാദം വെച്ചവരല്ല നിങ്ങൾ. 2,48,337 കക്കൂസുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന്റെ പണവും മേടിച്ച് നടത്തിക്കൊടുത്ത നിങ്ങൾ അതിനെതിരെ ഇന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്ക് കേന്ദ്രം എവിടെയാ പൈസ കൊടുക്കാനുള്ളത്? നിങ്ങൾ സപ്ലൈകോയിൽ പോയി വലിയ വീർവാണം വെച്ചല്ലോ. ഒന്ന് സപ്ലൈകോയിൽ പോ, ഈസ്റ്ററിലേക്ക് പോ. ഇനി റംസാൻ വരെയല്ലേ, വിഷു വരെയല്ലേ? നിങ്ങളുടെ സപ്ലൈകോയിൽ എന്താ ഉള്ളത്? പരിപ്പുണ്ടോ, പയറുണ്ടോ, എണ്ണയുണ്ടോ, വെളിച്ചെണ്ണയുണ്ടോ, അരിയുണ്ടോ, പുളിയുണ്ടോ? പറ. സാധാരണക്കാരന് ആവശ്യം അതാ. അല്ലാണ്ട് ഫെഡറലിസം വെള്ളത്തിലിട്ട് വേവിച്ചാലേ വിശപ്പ് തീരില്ല. സലീം മടവൂരെ, അരിയിട്ട് വേവിക്കണം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് കൊണ്ടുകൊടുത്തത്. അതുകൊണ്ടാണ് കൃത്യമായി ചെയ്തത്. നിങ്ങളുടെ സർക്കാർ റേഷൻ കടകൾ പൂട്ടുമ്പോൾ, നിങ്ങളുടെ സർക്കാർ സപ്ലൈകോ പൂട്ടുമ്പോൾ, നിങ്ങളുടെ സർക്കാർ നീതിപരമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങളുടെ സർക്കാർ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ജനങ്ങൾക്ക് പൈസ കൊടുത്തു. ഞങ്ങളുടെ സർക്കാർ കൃത്യമായി കർഷകന് കാശ് കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ തന്നു. നിങ്ങളെ കർഷകന് വ്യക്തമായി താങ്ങുവില കൊടുത്തില്ല. നിങ്ങളെ കർഷകൻ അവൻ കൊയ്ത്, അവൻ മെതിച്ച്, അവൻ ചാക്കിലിട്ട്, അവൻ വരമ്പത്ത് വെച്ചപ്പോ ആ 21 രൂപ 80 പൈസ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് പോലും നിങ്ങളുടെ വിഹിതം കൊടുക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ, 6 രൂപ കൊടുക്കാൻ നട്ടലില്ലാത്ത നിങ്ങൾ ആ കർഷകനെ പെരുവയിലേക്ക് വിട്ടു. KSRTC വണ്ടി ഓടിക്കുന്ന പാവപ്പെട്ടവന് ശമ്പളം കൊടുത്തില്ല. നിങ്ങൾ ക്ഷേമ പെൻഷനിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നു. ഇന്നത്തെ സർക്കാർ ജോലിക്കാർക്ക് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. മുച്ചൂടും മുടിച്ച് നാണം കെട്ട ഭരണവും നടത്തി ഒരു ഉളുപ്പുമില്ലാതെ അത് കേന്ദ്രത്തിന്റെ പ്രശ്നമാണെന്ന് പറയാൻ നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദ കുറവുണ്ടല്ലോ,
അതിനെയാണ് ഈ കേരളത്തിൽ ഈ വരാൻ Yes, yes. പോകുന്ന ശ്രീ സലീം മടവൂർ, എന്തൊക്കെയാണോ കേരളത്തിന്, ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നൽകാനുള്ളത്, ലഭിക്കാനുള്ളത്, അതൊക്കെയും എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നത് പോലെ തന്നെ കേരളത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. GST നഷ്ടപരിഹാര തുകയടക്കം 5693 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ധനക്കമ്മി നികത്താനുള്ള സഹായം 8782.67 കോടി രൂപയടക്കം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലും സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ളതൊക്കെയും ആ തുകകളൊക്കെയും കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലടക്കം അക്കമിട്ട് നിർത്തിയ ചില വസ്തുതകളുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാർ അനധികൃതമായി ഒന്നും നൽകിയിട്ടില്ല, എന്നാൽ ഒരു സർക്കാരിനും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ നൽകാതിരുന്നിട്ടുമില്ല. ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുമില്ല. കാരണം കൃത്യമായി നൽകാനുള്ളതൊക്കെയും ആ വിഹിതങ്ങളൊക്കെയും സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കപിൽ സിബലിനെ പോലുള്ള കോടികൾ സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന, ലക്ഷങ്ങൾ സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന അഭിഭാഷകരെ നിയമിക്കുന്നത് ചില ഗിമ്മിക്കുകളല്ലേ, ചില രാഷ്ട്രീയ തന്ത്രമല്ലേ, ജനങ്ങളെ പറ്റിക്കാനുള്ള ചില അടവുകളല്ലേ എന്നതാണ് പല സാധാരണക്കാരും ഇപ്പോഴും ചൂണ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ ഈ സബ്സിഡി ഇനങ്ങളില്ല, 11ഓളം സബ്സിഡി ഇനങ്ങളാണ് സപ്ലൈകൾക്ക് അടക്കം വേണ്ടത്. ഇപ്പോൾ ഈസ്റ്ററാണ്, പെസഹ വ്യാഴം ഒക്കെയും കഴിഞ്ഞു, ഇനി നോമ്പ് കാലമാണ്. ഈ കാലത്തൊക്കെയും കാലിയായ സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അവിടെ പോയാൽ ഒരു സ്ഥലത്ത് വെളിച്ചെണ്ണയുണ്ട് സബ്സിഡിയുള്ള, മറ്റൊരു സ്ഥലത്ത് ചെറുപയറുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അരി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല ഔട്ട്ലെറ്റ് സ്റ്റോറുകളിലാണ് പല ഉൽപ്പന്നങ്ങളുള്ളത്. ഈ 11 സബ്സിഡി ഇനങ്ങൾ കൃത്യമായിട്ട് ഒരു ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്നില്ല. കാലിയായ ഈ ഔട്ട്ലെറ്റുകൾ, ഇതാണ് ഒരു നേർചിത്രമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൻ്റെ നേർചിത്രം തന്നെയാണ് ഇപ്പോൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇപ്പോ കേരളത്തിലെ സിവിൽ സപ്ലൈ സ്റ്റോറുകളിൽ അരിയില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അരിയില്ല, മുളകില്ല എന്നൊക്കെ പരാജയത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി അതിവിടെ നടത്തിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണല്ലോ. അതുപോലെ പെൻഷൻ കാലാവധി 2 ഗഡു കിട്ടിയില്ല, അല്ലെങ്കിൽ വൈകി 1 ഗഡു വൈകി എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് അത് കേരളത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ. 1980 ഇവിടെ പെൻഷൻ നായനാർ നടപ്പിലാക്കിയപ്പോ 45 രൂപ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയപ്പോ ഇവരൊക്കെ പറഞ്ഞത് പെൻഷനോ കർഷക തൊഴിലാളികൾക്കോ, ഇതെന്ത് ഏർപ്പാടാ? സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പെൻഷൻ ഇവർക്ക് എങ്ങനെ കൊടുക്കാന്ന് ചോദിച്ചാൽ അതിന്റെ പുച്ഛത്തോടുകൂടി തള്ളിയാളുകളാണ് ഈ പദ്ധതി തുടങ്ങിയ സമയത്ത്. ഇന്നത് ഏതാണ്ട് 1600 രൂപയിൽ എത്തി നിൽക്കുന്നു. 2 മാസത്തെ കുടിശ്ശികയുള്ളൂ, അതും ഇതപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം ഇത്രയും സാമ്പത്തികമായി ഞെരുക്കിയിട്ട്, അതായത് നമുക്ക് കിട്ടേണ്ട ഗ്രാന്റ് ചുരുക്കത്തിൽ നോട്ട് ചെയ്തത്, അതായത് UGC പരിഷ്കരണത്തിന് ഏതാണ്ട് 750 കോടി രൂപ ഇവിടെ കിട്ടേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് 1921 കോടി രൂപ കിട്ടണം. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾക്ക് ഏതാണ്ട് 1100 കോടി, ദുരിതാശ്വാസങ്ങൾക്കുള്ള വീതം 139 കോടി തുടങ്ങിയിട്ട് നമുക്ക് ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ഈ പണം തരുന്നില്ല സംസ്ഥാനത്തിന്. മാത്രമല്ല, നമ്മോട് മാത്രമാണ് ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25%, അതായത് നമ്മൾ കിഫ്ബിയിലൂടെ ഇവര് സാമ്പത്തികമായി നമ്മൾ ഞെരുക്കിയപ്പോ വേറെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബജറ്റിന്റെ പുറത്ത് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ കിഫ്ബിയിലൂടെ പൈസ ഉണ്ടാക്കി വെച്ചു. അത് നോക്കി വെച്ചിട്ട് ഈ കുർക്കർ കോഴിക്കോട്ട് കണ്ണെന്ന് പറഞ്ഞ പോലെ ഇവര് ആ പണം കണ്ടുവെച്ചിട്ട് അതും കൂടെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞ് 25%. വേറെ ഒരു സംസ്ഥാനത്തും ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനങ്ങളുടെ വീതം വാങ്ങുന്നില്ല. കേരളത്തോട് മാത്രം വാങ്ങി നമ്മൾ 5480 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 25% നമ്മൾ അത് കൊടുക്കേണ്ടി വന്നു. നമ്മുടെ എന്നിട്ടോ അതുകൂടെ നമ്മുടെ കടത്തിന്റെ കണക്കിൽ പെടുത്തുകയും ചെയ്തു. എന്നിട്ട് നമുക്ക് വായ്പ വാങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ എല്ലാ മേഖലയിലും അവഗണനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 82% പൊതുവരുമാനത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. 18% കേന്ദ്രം. അത് തന്നെ സമയത്ത് തരുന്നില്ല. എല്ലാ കേന്ദ്ര പദ്ധതികൾ ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് ഫണ്ട് തരുന്നില്ല. അങ്ങനെ സംസ്ഥാനത്ത് എല്ലാ വികസനവും മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിടക്കും ഒരു സപ്ലൈകോ ഓഫീസിൽ, സപ്ലൈകോ കടയില്, ഔട്ട്ലെറ്റില് മല്ലി ഇല്ലെങ്കിൽ അടുത്ത കടയിൽ കിട്ടുമല്ലോ. അതെങ്കിലും ഉണ്ടല്ലോ. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്ത് സപ്ലൈകോ ആണുള്ളത്? ഏത് സംവിധാനമുള്ള ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? അതായത് സബ്സിഡി ഇനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഒന്നെങ്കിലും ഉണ്ടല്ലോ. പെൻഷൻ ഉണ്ടോ? ഇതൊന്നുമില്ല. നമ്മുടെ 2 മാസം പയ്യെ പരാതി പറയാൻ കഴിയാതെ കൊടുക്കുന്നതുകൊണ്ടല്ലേ. അതും ഇല്ലാത്ത സംസ്ഥാനങ്ങളാ BJP ഭരിക്കുന്ന സംസ്ഥാനം എന്താ കൊടുക്കുന്നത്? അവിടെയൊക്കെ എന്താ ഉള്ളത്? അവിടെയൊക്കെ ആളുകളെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ജുഡീഷ്യറി പോലും ഇന്നലെ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെ ഒരു ജുഡീഷ്യറിയെ പോലും തെറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസിന്റെ പേര് തന്നെ സഞ്ജീവ് ഭട്ട് വേഴ്സസ്
ഗവൺമെന്റ് ഓഫ് ഗുജറാത്തിലുള്ളത് വേഴ്സസ് സഞ്ജീവ് പട്ടം ആക്കിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ഒന്നിടപെടുകയാണ് ശ്രീ സലിം മടവൂർ. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇതിനൊക്കെയും ഒരു മറുപടി, അദ്ദേഹം ചില കണക്കുകൾ വീണ്ടും നിരത്തുകയാണ്, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടക്കം കണക്കുകളും അദ്ദേഹം സൂചിപ്പിക്കുകയുമാണ്. കൃത്യമായൊരു മറുപടി. വളരെ കൃത്യമായ മറുപടി കൃത്യമായി തന്നെ പറയാം. നരേന്ദ്രമോദി സർക്കാർ 10 വർഷം അധികാരത്തിൽ കയറിയതിനു ശേഷം കാലം ഇന്നുവരെ കേരള സർക്കാരിന്റെ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്? മാഹി തലശ്ശേരി ബൈപ്പാസിൽ പോയിരുന്ന് സ്വന്തമാണെന്ന് പറഞ്ഞു തീർക്കാൻ ജനങ്ങളെ പറ്റിച്ച ഫ്ലക്സും അടിച്ച് അതിനെയും സർക്കാരിന്റെ ഫണ്ടും വാങ്ങിച്ച് റിയാസ് അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ ലോകത്താണ്. നോക്കൂ, കപ്പാലങ്ങൾ, തോടുകൾ, റോഡുകൾ, ബൈപ്പാസുകൾ, കർഷകന്റെ പ്രശ്നങ്ങൾ, സാധാരണക്കാർ, വിദ്യാർത്ഥികൾ. കേരളം വൃദ്ധന്മാരുടെ നാടാവുകയാണ് ബഹുമാനായിട്ടുള്ള ശ്രീ സലിം നടവും. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരമോ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്വഭാവവും ഇല്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ കാനഡയിലേക്കും UK-യിലേക്കും പോളണ്ടിലേക്കും പോകുന്നത് എന്താണെന്ന് അറിയാമോ? അത് തന്നെയാണ് വളരെ പ്രസക്തമാകുന്ന ചോദ്യം. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനം വിട്ട പുറത്തു പോകുന്നു? യെസ്, തുടരാം ശ്രീ ഉല്ലാസ് ബാബു. ഒറ്റ മിനിറ്റ്. അതിനകത്ത് ഇവർ ഒഡോപാക് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. എന്തിനാണെന്ന് അറിയാം? ഇവരുടെ എല്ലാ രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഇവരുടെ പ്രസിഡന്റ് പോയിട്ട് അതിന്റെ ചെയർമാൻ പോയി പണിയെടുത്ത് ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കൈയടിച്ചു കൊടുക്കും. അങ്ങനെയല്ല ആകേണ്ടത്. നിങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര IT സിറ്റികൾക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു? എത്ര വിദ്യാഭ്യാസ ഹബ്ബുകൾ ഉണ്ടാക്കാൻ സാധിച്ചു? ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ സാധിച്ചോ? ഒരു എഡ്യൂക്കേഷൻ സിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ? കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കൈപ്പിടിച്ചുകൊണ്ട് എന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടിലെ വളർന്നു വരുന്ന യുവതലമുറ വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്ന ദൗത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏത് മന്ത്രിമാരുണ്ട് നിങ്ങളുടെ 7 വർഷ കാലഘട്ടത്തിൽ? ഞങ്ങൾ കിസാൻ സമ്മാൻ നിധിയിലൂടെ DBT സിസ്റ്റം, ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ഓരോ കർഷകന്റെയും അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തപ്പോൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ വിവിധ സഹകരണ സംഘങ്ങളിലേക്ക് കൊടുത്ത് കോടിക്കണക്കിന് രൂപ അവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട ബാധ്യത എന്തായിരുന്നു? ഒരു സ്വിച്ച് ഇട്ട സമയത്ത് അവർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തില്ലേ? മാതൃബന്ധൻ യോജനയിലൂടെ ഞങ്ങൾ അമ്മമാരെ സംരക്ഷിച്ചില്ലേ? ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ പദ്ധതിയുടെ കുട്ടികളുടെ സംരക്ഷണം, പെൺകുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ വണ്ടിപ്പെരിയാറും പാലക്കാടും നിങ്ങൾ കുട്ടികളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ പറ്റാതെ നിങ്ങളുടെ പോലീസ് തകർന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം പറയുന്ന സമയത്ത് രാഷ്ട്രീയവും വികസനം പറയുന്ന സമയത്ത് വികസനവും പറയുന്നത്. നിങ്ങൾ ഇപ്പൊ നടക്കുന്നത് എന്താ? KSRTC തൊഴിലാളികൾ, നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അരി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പാവപ്പെട്ടവനൊരു പ്രശ്നം പറഞ്ഞാൽ എന്റെ അധികാരത്തിൽ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചുവന്ന നാട കെട്ടിയ ഒരു ഫയൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഫയലുകളുടെ കൂമ്പാരത്തിന്റെ ഇടയിൽ ആരോഗ്യ മേഖല, ഞങ്ങൾ പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ അഴിമതിയുടെ കൂട്ടും കണക്കുകൾ, എല്ലാ കെട്ടിയ ആളുകൾക്കും വാക്സിൻ ഫ്രീ ആക്കി കൊടുത്ത ഞങ്ങളുടെ സർക്കാരിന് നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിൽ കുറ്റം പറയാൻ സാധിക്കും? ഞങ്ങൾക്ക് ആവാസ് യോജനയിലൂടെ വീടുകളും കൃത്യമായിട്ട് നഗര ഗ്രാമ ശൈലിയിൽ കൊടുത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലൂടെ ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കോ? ജനൌഷധിയിലൂടെ മരുന്നുകളുടെ വിലകൾ ഞങ്ങൾ 60% കുറച്ചു കൊടുക്കുന്ന പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കോ? നിങ്ങൾക്ക് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നിട്ട് റെയിൽവേ ശ്രീ ഉല്ലാസ് ബാബു, അതൊക്കെ അംഗീകരിക്കാനുള്ള ചില വൈമുഖ്യം, അതിന് വലിയ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവർ മറ്റൊരു തരത്തിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്നല്ല വ്യാഖ്യാനം നൽകി അതിനും കോടികൾ ധൂർത്തടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വളരെയധികം നന്ദി രണ്ടുപേർക്കും, ശ്രീ ഉല്ലാസ് ബാബു, അതോടൊപ്പം തന്നെ ശ്രീ സലിം മടവൂർ. ഈ പ്രത്യേക ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികൾക്ക് നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.